ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആണ്. കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാർക്കും ഈ ഒരു വർഷം തന്നെ നെറ്റ് കയറ്റാതെ പോവാം. കാരണം ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആകും. നിങ്ങൾ വാട്സപ്പിലും മറ്റു ചാനലൊക്കെ കണ്ടതേക്കാരം ഈ ആധാൻ്റെ ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ ഇതിൽ ഞാനൊരു അടിപൊളി ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിലിപ്പോൾ 100 രൂപക്കുള്ള റീചാർജ് ചെയ്യാൻ പറ്റുക. അതെങ്ങനെ നമുക്ക് 249 ആക്കാം, അതേപോലെ 250, അതായത് 249 അതേപോലെ തന്നെ പിന്നെ 149 റീചാർജും 219 റീചാർജും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതും വ്യത്യസ്ത നമ്പറിൽ ചെയ്യാം. അതും പിന്നെ നിങ്ങൾ ഈ ഒരു നമ്പറിൽ 500 രൂപ കിടപ്പുണ്ടെങ്കിൽ ആ 500 രൂപ നിങ്ങൾക്ക് നിങ്ങളൊരൊറ്റ സിമ്മിൽ തന്നെ ഈ ഒരു മാസത്തേക്കും അടുത്ത മാസം 2-3 മാസത്തേക്കും, അതായത് ഇതിൽ കുറേ ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു കൊല്ലം വരെയുള്ള റീചാർജ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ അതിനൊരു കിടിലൻ ട്രിക്കാണ്. ഇതുപോലത്തെ അൺലിമിറ്റഡ് ട്രിക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ട്രിക്ക്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ആധാർ ആപ്ലിക്കേഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ഒരു ഭാഷ സെലക്ട് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒരു OTP വരും. ആ OTP ഇതിന് അടിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഇൻ്റർഫേസ് ചെയ്യാൻ കാണാൻ സാധിക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ബോൺസ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ തലക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ എൻ്റെ മെയിൻ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. അതായത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ജോയിൻ ബോണസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡീം ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ റിവാർഡ്സ് ക്ലിക്ക് ചെയ്തു. റിവാർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സംഭവം സ്ക്രാച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് 28 കോയിൻസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഏകദേശം പെർ റെഫർ 10 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 28 കോയിൻസ് എന്ന് പറഞ്ഞാൽ 10 കോയിൻസ് എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. 28 കോയിൻസ് എന്ന് പറഞ്ഞാൽ 2.50 പൈസ. പിന്നെ നമുക്കിതിൽ എങ്ങനെ ഏൺ ചെയ്യാൻ നോക്കാം. അതിന് റെഫർ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യുക, ജസ്റ്റ് വാട്സപ്പിൽ ഷെയർ ചെയ്യുക. ഒരു ഫ്രണ്ട്സിനെ കൊണ്ട് റെഫർ ചെയ്താൽ 10 രൂപ. അങ്ങനെ കിട്ടുന്ന 10 രൂപക്ക് നമുക്ക് 25 ആളെ കൊണ്ട് റെഫർ ചെയ്താൽ 250 രൂപ ആവും. ഈ 250 രൂപ വെച്ചിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം. അതായത് ഇതിൽ വരുന്ന പ്ലാന് വെറും 100 ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് 2 വട്ടം കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളിവിടെ റെഡീം ക്ലിക്ക് ചെയ്യണം. റെഡീമായിട്ട് റിവാർഡ് സെൻറ്റർ ക്ലിക്ക് ചെയ്തതിന് റെഡീം ക്ലിക്ക് ചെയ്യുക. റെഡീം ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രീപെയ്ഡ് പോസ്റ്റ് പ്രീപെയ്ഡ് കൊടുക്കുക. ഏത് നമ്പർക്കാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പറോട് അടിക്കുക. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഏത് സിമ്മാണോ ഐഡിയ സിം ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ എമൗണ്ട് നിങ്ങൾ പ്ലാൻ 100ൻ്റെ പ്ലാനാണ് 100ൻ്റെ പ്ലാൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം റെഡീം കൊടുക്കുക. റെഡീം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് നിങ്ങൾ അക്കൗണ്ടിൽ 500 രൂപ കിടപ്പുണ്ടെങ്കിൽ ഈ ഒരു 100 രൂപ റെഡീമാവും. അതിന് ശേഷം നിങ്ങൾ പിന്നെ 100 രൂപ റെഡീം ചെയ്യാം. പിന്നെയും ഒരു 50 അത്ര റെഡീം. അങ്ങനെ 250 നിങ്ങൾ എന്താ പറയുക ഇതിൽ വന്നു. പക്ഷേ ഈ 250 എന്താ പറയുക നെറ്റായിട്ടല്ലേ വരിക, സാധാ ക്യാഷ് ആയിട്ടാണ് കിട്ടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നെറ്റാക്കി കൺവേർട്ട് ചെയ്യാം. അതായത് ഈ ബാലൻസ് നമുക്ക് ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുക 250. അപ്പോൾ നിങ്ങൾ ഇതിൽ 250 ഉണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ ഫോണിൻ്റെ ബാറിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങളെ മെയിൻ അക്കൗണ്ടിലേക്ക് 250 രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ *369 സ്റ്റാർ പിന്നെ 249ൻ്റെ പാക്കേജ് ആണെങ്കിൽ 249 എടുക്കുക. അതിനുശേഷം ഹാഷ് അടിക്കുക. അതിനുശേഷം ഐഡിയ ആണെങ്കിൽ ഐഡിയന് വോഡഫോണിൻ്റെ ഒരേ നമ്പറാണ്. അപ്പോൾ ഐഡിയയും വോഡഫോൺ ഒരേ കമ്പനിയാണ്. അപ്പോൾ ഞാൻ ഐഡിയയുടെ കസ്റ്റമർക്കും വോഡഫോൺ കസ്റ്റമർക്കും വിളിച്ച് ചോദിച്ചു. അപ്പോൾ രണ്ടും ഒരേതാണ് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇനി എയർടെലാണെങ്കിൽ എയർടെലേക്ക് അറിയില്ല, എയർടെൽ ചോദിച്ചിട്ടില്ല. ഞാൻ ഐഡിയ വോഡഫോൺ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ എയർടെൽ സിം ഇന്ത്യയൊക്കെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിനുശേഷം ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 250 രൂപ ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങളത് കൺവേർട്ടായിട്ട് ഡാറ്റ ആയിട്ട് മാറും. അതായത് ഈ 369 സ്റ്റാർ 249 ആഴ്ച 249 പ്ലാനായി മാറും. ഇനി നിങ്ങൾക്ക് എത്ര 219ൻ്റെ പ്ലാനാണെങ്കിൽ സ്റ്റാർ 369 സ്റ്റാർ 219 അതിന് 219 ഹാഷ് അടിക്കുന്നതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്താൽ 219ൻ്റെ പ്ലാൻ മാറാം. 219 ഡെയിലി 1 GB. ഇനി നിങ്ങൾക്ക് 149ൻ്റെ പ്ലാൻ 150 റുപ്യാണ് ഇതിലുണ്ടെങ്കിൽ 149 പ്ലാൻ എടുക്കാനായിട്ട് 369 സ്റ്റാർ 149 ഹാഷ് അടിച്ച് ക്ലിക്ക് ചെയ്യുക. 149 ഹാഷ് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന് കിട്ടും. അതായത് ഡെയിലി ടോട്ടൽ 3 GB അങ്ങനെ എത്ര വരും 149ൻ്റെ പ്ലാനിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ പറയുക
നിങ്ങളെ അക്കൗണ്ടിൽ അങ്ങനെ ഈ ഒരു ആധാർ എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ 500 രൂപ കിടപ്പുണ്ടെങ്കിൽ 2 വട്ടം റീചാർജ് ചെയ്യാം. അതായത് നിങ്ങൾ ആദ്യം 250 ഇതിലേക്ക് റെഡീം ചെയ്തു, എന്നിട്ട് ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്തു, അങ്ങനെ 249 ആയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങളിതിൽ 250 ഇപ്പോൾ നിങ്ങൾ റെഫർ ചെയ്തുണ്ടാക്കി വിചാരിച്ചോളി. ആ റെഫർ ചെയ്ത എമൗണ്ട് പിന്നെ നിങ്ങൾക്ക് കൺവേർട്ട് ആക്കിയിട്ട് ഈ ഒരു ഇതിലേക്ക് കൺവേർട്ടാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾ ഇതിൽ 2 തരത്തിലുള്ള ഇതായി മാറും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്ലാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ 249 നിങ്ങൾ ഇതിൽ കയറ്റി, അതായത് നിങ്ങളെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് 249 റീചാർജ് ചെയ്തു. അങ്ങനെ റീചാർജ് ചെയ്തിട്ട് നിങ്ങൾ കൺവേർട്ട് ആക്കുകയാണ്. ഈ ഒരു കോഡ് വെച്ചിട്ട് 249 കൺവേർട്ട് ചെയ്യാണ്. അതായത് നിങ്ങളിപ്പോൾ 249 ഡാറ്റയെ കൺവേർട്ട് ചെയ്യാണ് 249 റീചാർജ് ചെയ്തിട്ട്. പിന്നെ അങ്ങനെ അതായത് 1-ാം തീയതി നിങ്ങൾ കയറ്റി വിചാരിച്ചോളി. അപ്പോൾ ഈ ലെഫ്റ്റ് 28 ഇടുക, അതായത് 28-ാം തീയതി കഴിയുക, 28 ദിവസം ഇതിന് വാലിഡിറ്റി ഉണ്ടാവും. അത് പിന്നെ നിങ്ങൾ ഈ ദിവസം തന്നെ പിന്നെ 249 നിങ്ങളെ 250 അക്കൗണ്ടിലേക്ക് വന്നു. അതെന്നിട്ട് നേരെ നിങ്ങളെ 3 തവണ ആയിട്ട്, അതായത് ആദ്യം 100 പിന്നെ 100 പിന്നെ 50 അങ്ങനെ വെച്ചിട്ട് നിങ്ങളെന്ത് ചെയ്തു, നിങ്ങളെ ഐഡിയ ആണെങ്കിൽ ഐഡിയ സിമ്മിക്ക് നിങ്ങൾ 250 കയറ്റി. അങ്ങനെ ആ 250 പിന്നെ നിങ്ങൾ 249 ഡാറ്റയ്ക്ക് കൺവേർട്ട് ചെയ്യാണ്. ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാം, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് 250 ഉള്ളത് 249 ആക്കി വീണ്ടും കൺവേർട്ട് ചെയ്തു. ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ ഡാറ്റയ്ക്ക് കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ അപ്പോൾ അതൊക്കെ നിങ്ങളിതിൽ കയറി ആ ഡാറ്റ കൺവേർട്ട് ചെയ്തൊക്കെ ഈ ഒരു ദിവസം തന്നെ കയറിയിരിക്കണ്. അപ്പോൾ ഈ ഒരു ദിവസം തന്നെ നെറ്റ് കയറിയതും 28 ഡേ ഉണ്ടാവും, അതായത് 1-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഉണ്ടാവും. പിന്നെ അവിടെ നിന്നാണ് തുടങ്ങുക പ്ലസ് 28 മുതൽ അടുത്ത മാസം 24-ാം തീയതി വരെ ഈ ഒരു നെറ്റ് ഉണ്ടാവും. പിന്നെ പ്ലസ് 24 മുതൽ 22-ാം തീയതി വരെ ഈ ഒരു നെറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു വർഷം വരെ എത്ര വേണമെങ്കിലും നമുക്ക് നെറ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം. അതായത് ഈ ഒരു ആധാർ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ധാരാളം നെറ്റ് യൂസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അതിൽ നെറ്റിൻ്റെ ഇത് ഉണ്ടാവില്ല, കാരണം അതിൽ 100 റീചാർജിങ്ങൾ ഓപ്ഷൻ വരുന്നത്. നിങ്ങൾ ആദ്യം ഒരു വട്ടം 100 റീചാർജ് ചെയ്യുക, പിന്നെ രണ്ടാമത് പിന്നെ റീചാർജ് ചെയ്യുക, പിന്നെ 50 അങ്ങനെ 250 ആക്കിയിട്ട് നെറ്റ് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യാനുള്ള കോഡാണ് ഈ ഒരു കോഡ് 369*249#. ഈ ഒരു സംഭവം വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നെറ്റായി മാറും. നെറ്റായി മാറിയതിന് ശേഷം പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ പിന്നെ 250 റെഡീം ചെയ്യുക. റെഡീം ചെയ്തതിന് ശേഷം പിന്നെ ഈ കോഡ് വെച്ച് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റും ഈ 2 നെറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ഒരു നെറ്റ് 28 ഇടണം. ആ 28 ഡേ കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ഈ അടുത്ത മാസം 24-ാം തീയതി ഈ ഒരു നെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതല്ല നിങ്ങളിപ്പോൾ ഒരു ദിവസം തന്നെ ഈ ഒരു 1.5 GB കഴിഞ്ഞു, പിന്നെ 1.5 GB കഴിഞ്ഞാലും പിന്നെ അടുത്ത മാസം നെറ്റ് നിങ്ങൾക്ക് ആ 1.5 GB ബാക്കി ഒന്ന് യൂസ് ചെയ്യുക. അങ്ങനെയും ചെയ്യട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഡെയിലി 1.5 GB ഉണ്ടാവും, 1.5 GB കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ആവില്ല. അപ്പോൾ ഈ ഒരു നെറ്റിൽ നിന്ന് ഇതിങ്ങനെ കുറച്ച് എടുക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് നല്ല പ്ലാനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 149 വേണമെങ്കിൽ 149 ചെയ്യുക, 200 ഡെയിലി 1 GB ആണെങ്കിൽ വേണമെങ്കിൽ 219 കൺവേർട്ട് ചെയ്യുക. കോഡൊക്കെ അതാണ് എഴുതി വെച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക്, അതേപോലെ തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു അടിപൊളി കണ്ടൻറ്റ് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം.